ഹലോ നമസ്കാരം, വെൽക്കം ടു ചില കാഴ്ചകൾ യൂട്യൂബ് ചാനൽ. ഇന്ന് ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. പൂർണ്ണമായിട്ടും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വേറെ നെയ്യൊന്നും ഉപയോഗിക്കേണ്ടതില്ല ഇതിൽ. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പശുവിൻ നെയ്യ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ബാക്കി കംപ്ലീറ്റ് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാചകത്തിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെമ്മീൻ എടുത്തിട്ട് അത് മസാല തേച്ച് വെക്കുക എന്നുള്ളതാണ്. മസാലയിലേക്ക് എടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ഇവ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൂടെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ ചെമ്മീൻ അതിൽ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണി മസാലയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് ഗ്രീൻ ചില്ലി പേസ്റ്റാണ്, ജിഞ്ചർ ഗാർലിക് 2 പേസ്റ്റുകളാണിത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് കുരുമുളക് പൊടിയാണ്. പിന്നെ വരുന്നത് പട്ട, ഗ്രാമ്പൂ, കറിവേപ്പില, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഗരം മസാല, ചില്ലി പൗഡർ. കൂടാതെ നമ്മൾ ഈ ചപ്പ്, പുതിന, തക്കാളി, ഉള്ളി, തൈര് ഇവയൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇത് നെയ്യാണ്, പശുവിൻ നെയ്യ്, ശുദ്ധമായ പശുവിൻ നെയ്യ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ബിരിയാണി അരി. ഓക്കെ, ഇത് കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ റെസ്റ്റിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ പുറത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് ചട്ടി ചൂടാക്കുകയാണ്. അപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ചെമ്മീൻ, നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള കൂട്ടുകൾ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ആദ്യമായി ഇതിലേക്ക് പട്ടയും ഗ്രാമ്പൂവുമാണ് ഇടുന്നത്. അതിനുശേഷം കറിവേപ്പില, ഗ്രീൻ ചില്ലി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയുടെ പേസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. അത് നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ ഇടുന്നത് ഉള്ളിയാണ്. ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഉള്ളി നല്ല കുഴയുന്ന രൂപത്തിലാവുന്നവരേക്കും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ
ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂടെ അതിലേക്ക് നല്ല കല്ലുപ്പുണ്ടെങ്കിൽ അതിട്ടിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ പെട്ടെന്ന് റെഡിയാവും. ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എല്ലാ മസാലപ്പൊടികളും ചേർക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി തുടങ്ങിയ എല്ലാ മസാലപ്പൊടികളും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ മസാലകളൊക്കെ നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് തക്കാളിയും ചപ്പും പുതിനയും ഇട്ടിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വറുത്ത ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഈ ഒരു പാത്രം മൊത്തമായിട്ടൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് അടുപ്പിൽ പുതിയ ഒരു പാത്രത്തിൽ അരി തിളപ്പിച്ചെടുക്കണം, അരി വേവിച്ചെടുക്കണം. അങ്ങനെ അരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള കലം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ഇടണം. അതിന് മുന്നേ വെള്ളത്തിലേക്ക് ഉപ്പും ഗ്രാമ്പുവും ചപ്പും പുതിനയും പിന്നെ ഒക്കെ ഇട്ടിട്ട് ഗരം മസാല ഉണ്ടെങ്കിൽ അതെല്ലാം ഇട്ടിട്ട് വെള്ളം നന്നായി തിളപ്പിക്കാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ അരി നന്നായി തിളക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് നേരം തിളക്കാൻ വിട്ട് കൊടുക്കുക. അത്യാവശ്യം ആയിന്ന് തോന്നിക്കഴിഞ്ഞാൽ അരി ഒന്ന് എടുത്ത് നോക്കുക. കയ്യിൽ വെച്ച് അമർത്തുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അത്രയ്ക്ക് വെന്തിട്ടില്ലെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ആ സോഫ്റ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ എടുത്തതിന് ശേഷം നന്നായി ഊറ്റിയെടുക്കുക. ഇനി വീണ്ടും നമ്മുടെ മസാലയുടെ ചട്ടി ഇതിലേക്ക് തന്നെ വയ്ക്കാം, അടുപ്പിലേക്ക് വെക്കുക. എന്നിട്ട് ആ മസാലയൊക്കെ ഒന്ന് ഒതുക്കി അതിൽ പരത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഹാഫ് വെന്തിട്ടുള്ള അരി ഇതിൻ്റെ മുകളിൽ വിരിച്ചു കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് വറുത്തിട്ട് ഒരു ലെയർ ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അതേപോലെ ചപ്പും പുതിനയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ ചോറ് മുഴുവൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നേരത്തെ തയ്യാറാക്കിയ മസാലയിൽ കലക്കിയാണ് ഞാനിതിൽ ഒഴിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ അതിൻ്റെ മേലെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം
സാധാരണ ബിരിയാണി വെക്കുന്ന പോലെ തന്നെ ദമ്മിട്ട് വെക്കുക. അതിൻ്റെ മേലെ കനലൊക്കെ വെച്ചിട്ട് ചെറിയ തീയില്ലാതെ അടിയിലും മുകളിലും മാത്രം കനൽ മാത്രം വെച്ചിട്ട് ഒരു 1-1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറിൻ്റെ മുകളിലായി. ഇപ്പം ഫസ്റ്റായിട്ട് പൊട്ടിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ബിരിയാണി. ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും നന്ദിയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നന്ദി, ബൈ.